ഇനിയും പണിയും അഴിഞ്ഞു പോകും നിലനിൽക്കും തൻ വചനം. മരണം മാറും നവാഴും ജീവനിൽ തന്നുടെ ഇനിയും പണിയും അഴിഞ്ഞു പോകും നിലനിൽക്കും തൻ വചനം. മരണം മാറും നവാഴും ജീവനിൽ തന്നുടെ ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എങ്ങും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർ പിന്തുടേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താനവർ പിന്തുടേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 48 സങ്കീർത്തനം 14 വാക്യം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഇന്നത്തെ വചനം ആരംഭിക്കുന്നത് ഒരു ഉറപ്പോടുകൂടിയാണ്. ഈ ദൈവം എന്നേക്കും നിത്യവും നമ്മുടെ ദൈവമാണ്. ലോകം തന്നെ മാറിപ്പോകാം, മനുഷ്യൻ്റെ സ്നേഹവും പിന്തുണയും നഷ്ടപ്പെട്ടു പോകാം, എന്നാൽ ദൈവം മാറാത്തവനാണ്. ഇന്നലെ സഹായിച്ച ദൈവം ഇന്നും നമ്മെ സഹായിക്കും. ഇന്ന് നമ്മെ കാത്ത ദൈവം നാളെയും നമ്മെ കാത്തു പരിപാലിക്കും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം സാഹചര്യങ്ങളിലല്ല, നിത്യനായ ദൈവത്തിൽ ആയിരിക്കണം. തുടർന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു, അവൻ നമ്മെ വഴി നടത്തുന്ന ദൈവമാണ്. ജീവിതം ഒരു യാത്രയാണ്. ചിലപ്പോൾ ഇരുട്ടുള്ള വഴികളായിരിക്കാം നാം സഞ്ചരിക്കുന്നത്. പ്രശ്നങ്ങളും പരീക്ഷകളും നിറഞ്ഞ അനുഭവം ഉണ്ടാകാം. ചില തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിലൂടെയും നടന്നു നീങ്ങേണ്ട വരാം. എന്നാൽ അതിൻ്റെ മധ്യത്തിലും ദൈവം വഴി കാട്ടുന്ന ഇടയനാണ്. വഴിയില്ലാത്ത ഇടത്ത് വഴി തുറക്കുന്നവനും യഥാർത്ഥ ദിശ കാണിച്ചു തരുന്നവനും വീഴ്ചയിൽ താങ്ങുന്നവനുമാണ്. ഈ ദൈവം ജീവിത അവസാനം വരെ കൂടെ ഉള്ളവനുമാണ്. മരണത്തോളം നമ്മെ നടത്തുന്ന ദൈവം, അവൻ്റെ സ്നേഹം താൽക്കാലികമല്ല, അവസാന ശ്വാസം വരെയും അവൻ്റെ സാമീപ്യം നമ്മോട് കൂടെയുണ്ട്. ഒരിക്കലും പാതി വഴിയിൽ അവൻ നമ്മെ ഉപേക്ഷിക്കുകയില്ല. പ്രിയരെ, നമുക്ക് നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. എൻ്റെ ജീവിതം ഞാൻ തന്നെ നയിക്കുകയാണോ, അതോ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ അവൻ നമ്മെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് ഏൽപ്പിക്കും. ഇതുവരെ അവൻ്റെ കാര്യങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചിട്ടില്ല എങ്കിൽ ഈ പ്രഭാതത്തെങ്കിൽ നമ്മെ അവൻ്റെ കാര്യങ്ങളിൽ സുരക്ഷിതമായി ഏൽപ്പിക്കാം. അവൻ നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും എത്തേണ്ട ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ കരങ്ങളിൽ എൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ച് സുരക്ഷിതമായി ജീവിക്കാനുള്ള കൃപ എനിക്ക് ഈ നാളുകൾ നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.